കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രധാന നഗരമാണ് കാഞ്ഞങ്ങാട്. തെങ്ങുകളും മലനിരകളും അരുവികളും കൊണ്ട് സമൃദ്ധമായ ഈ നഗരം നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകളെ കൊണ്ട് പ്രസിദ്ധമാണ്. അതിലെ ഒരു പ്രധാന ആകർഷണമാണ് ബേക്കൽ കോട്ട. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാടിലെ ബേക്കൽ ഫോർട്ടിന് മുമ്പിലാണ്. 1650കളിൽ കേളടിയിലെ ശിവപ്പൻ നായക ബേക്കലിൽ പണികഴിപ്പിച്ച 40 ഏക്കറിൽ പരന്നുകിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. കോട്ട കടലിൽ നിന്നും ഉയർന്നു വരുന്നതായി തോന്നുന്ന വിധത്തിൽ ആണ് ഇതിന്റെ നിർമ്മാണം. കോട്ടയുടെ പുറംഭാഗത്തിന്റെ ഏതാണ്ട് 1/4 ഭാഗവും വെള്ളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബേക്കൽ കോട്ട ഒരു ഭരണകേന്ദ്രമായിരുന്നില്ല. കൊട്ടാരങ്ങളോ മാളികകളോ ഉൾപ്പെടുന്നില്ല. ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു നിരീക്ഷണ വാട്ടർ ടാങ്ക്, ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിക്കാനുള്ള മാഗസൈൻ, ഒബ്സർവേഷൻ ടവർ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. കോട്ടയുടെ മധ്യഭാഗത്ത് നിൽക്കുമ്പോൾ കടൽ തീരത്തിന്റെയും കാഞ്ഞങ്ങാട്, പള്ളിക്കര, ബേക്കൽ, മൗവൽ, കോട്ടിക്കുളം, ഉദുമ എന്നീ പട്ടണങ്ങളുടെയും കാഴ്ചകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഡച്ചുകാർ നിർമ്മിച്ച കണ്ണൂരിലെ തലശ്ശേരി കോട്ടയോടും സെന്റ് ആഞ്ചലോ കോട്ടയോടും സാമ്യമുള്ളതാണ് ഇതിന്റെ ദൃഢമായ നിർമ്മാണം. പെരുമാൾ കാലഘട്ടത്തിൽ ബേക്കൽ മഹോദയപുരത്തിന്റെ ഭാഗമായിരുന്നു. മഹോദയപുരം പെരുമാളുകളുടെ അധപ്പതനത്തെ തുടർന്ന് 12ാം നൂറ്റാണ്ടിൽ ബേക്കൽ മൂഷിക അഥവാ കോലത്തിരി രാജകുടുംബത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിലായി. കോലത്തിരിമാരുടെ ഭരണത്തിൻ കീഴിൽ ബേക്കലിന്റെ സമുദ്ര പ്രാധാന്യം വർദ്ധിക്കുകയും മലബാർ ഒരു പ്രധാന തുറമുഖ നഗരമായി മാറുകയും ചെയ്തു. 1565 തളിക്കോട്ട യുദ്ധത്തിനു ശേഷം കേളടി നായകർ ഉൾപ്പെടെയുള്ള സാമന്ത മേധാവികൾ ഈ പ്രദേശത്ത് ശക്തരായി. ആദ്യം ആധിപത്യം സ്ഥാപിക്കാനും പിന്നീട് മലബാറിനെ പ്രതിരോധിക്കാനും ബേക്കൽ ഒരു കേന്ദ്രമായി പ്രവർത്തിച്ചു. ഈ തുറമുഖ നഗരത്തിന്റെ സാമ്പത്തിക പ്രാധാന്യം പിന്നീട് ബേക്കൽ കോട്ട ശക്തിപ്പെടുത്താൻ നായകരെ പ്രേരിപ്പിച്ചു. ഹിരിയ വെങ്കടപ്പ നായകയാണ് കോട്ടയുടെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. AD 1650 ശിവപ്പ നായക്കാണ് ഇത് പൂർത്തീകരിച്ചത്. കാസർഗോഡിനടുത്തുള്ള ചന്ദ്രഗിരി കോട്ടയും ഈ കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. ഹൈദരാലി നായകരെ കീഴടക്കുകയും ബേക്കൽ മൈസൂർ രാജാക്കന്മാരുടെ കൈകളിലാകുകയും ചെയ്തതോടെ ഈ പ്രദേശം കൈവശം വയ്ക്കാൻ കോലത്തിരിമാരും നായകരും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിച്ചു. മലബാർ പിടിച്ചടക്കാൻ ടിപ്പു സുൽത്താൻ ഒരു സൈനിക പര്യവേഷണത്തിന് നേതൃത്വം നൽകിയപ്പോൾ ഇത് ഒരു പ്രധാന സൈനിക സ്റ്റേഷനായിരുന്നു. ബേക്കൽ കോട്ടയിലെ പുരാവസ്തു ഗവേഷണങ്ങളിൽ കണ്ടെത്തിയ നാണയങ്ങളും പുരാവസ്തുക്കളും മൈസൂർ സുൽത്താൻമാരുടെ ശക്തമായ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താന്റെ മരണത്തോടെ 1799 മൈസൂർ ഭരണം അവസാനിപ്പിച്ചു. ഈ കോട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. പിന്നീട് ബേക്കലിന്റെയും തുറമുഖത്തിന്റെയും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രാധാന്യം കുറഞ്ഞു. ഹനുമാന്റെ മുഖ്യപ്രാണ ക്ഷേത്രവും പുരാതന മുസ്ലിം പള്ളിയും ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന മതസൗഹാർദ്ദത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കോട്ടയുടെ സിഗ്സാഗ് കവാടവും ചുറ്റുമുള്ള കിടങ്ങുകളും അതിന്റെ പ്രതിരോധ തന്ത്രം വെളിപ്പെടുത്തുന്നു. നാവിക ആക്രമണങ്ങളിൽ നിന്നും കോട്ടയെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനാണ് പുറം ഭിത്തികളിൽ ദ്വാരങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏറ്റവും ദൂരെയുള്ള ശത്രുക്കളെ ലക്ഷ്യമിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് മുകളിലെ ദ്വാരങ്ങൾ. താഴെയുള്ള ദ്വാരങ്ങൾ ശത്രുവിനെ അടുത്ത് ആക്രമിക്കുന്നതിനും കോട്ടയ്ക്ക് അടുത്തുള്ള ശത്രുവിനെ ആക്രമിക്കാനാണ് ഏറ്റവും താഴ്ന്ന ദ്വാരങ്ങളും. ആയിരത്തി 1992 ബേക്കൽ കോട്ടയെ ഒരു പ്രത്യേക ടൂറിസം മേഖലയായി പ്രഖ്യാപിക്കുകയും 3 വർഷത്തിനു ശേഷം അതിന്റെ പ്രചാരണത്തിനായി ബേക്കൽ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിക്കുകയും ചെയ്തു. ബോംബെ എന്ന ചിത്രത്തിലെ ഉയിരെ എന്ന ഗാനത്തിലും മധുര നൊമ്പരക്കാറ്റ് എന്ന സിനിമയിലെ ദ്വാദശിയിൽ എന്ന ഗാനത്തിനും കോട്ടയുടെ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്.
ബേക്കൽ കോട്ടയുടെ റോഡ് വടക്ക് മംഗലാപുരത്തേക്കും തെക്ക് കോഴിക്കോട്ടിനെയും ബന്ധിപ്പിക്കുന്നു. ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ, കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ, മംഗലാപുരം പാലക്കാട് പാതയിലെ കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ എന്നിവയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളം 71 കിലോമീറ്റർ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനം 101 കിലോമീറ്റർ, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം 195 കിലോമീറ്റർ എന്നിവയാണ് അടുത്തുള്ള വിമാനത്താവളങ്ങൾ. 15 വയസ്സിന് മുകളിലുള്ളവർക്ക് 60 രൂപയാണ് പ്രവേശന നിരക്കുകൾ. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശന സമയം. ബേക്കൽ കോട്ടയിലെ കാഴ്ചകളും വിശദീകരണങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്തരം രസകരവും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.